അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഫത്ഹുൽ മീൻ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ആദ്യം ഒരു ഫിഖിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഈ ഫത്ഹുൽ മുഈൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഫിഖിലുണ്ടാവുക നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. നിസ്കാരത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആദ്യമായിട്ടും നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിസ്കാരത്തിൻ്റെ ഒരു ഷർത്തുകളുണ്ടാവും. അപ്പോൾ നിസ്കരിക്കുമ്പോൾ ആദ്യം നമ്മൾ വുളൂ ചെയ്യണമല്ലോ, അത് നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തയ്യാറാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഷർത്തുകൾ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫസ്ലുൻ ഫി ശുറൂത്തി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിലുള്ള ഒരു പാഠമാണ് ഇന്ന് പറയുന്നത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ, സാധാരണ ഷർത്ത് എന്ന് പറഞ്ഞാൽ മാ യതവഖഫു അലൈഹി സിഹത്തു സ്വലാത്തി വലൈസ മിൻഹ, നിസ്കാരം ശരിയാവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. എന്നാലോ ആ കാര്യങ്ങളൊന്നും നിസ്കാരത്തിൽ പെട്ടതുമല്ല. എന്നാൽ നിസ്കാരം ശരിയാവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. അങ്ങനത്തെ കാര്യത്തിനാണ് നമ്മൾ ഷർത്ത് എന്ന് പറയുക. അപ്പോൾ ആദ്യം ഫർളുകൾ പറയുന്നത്, നിസ്കാരത്തിൻ്റെ ഫർളുകൾ പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം ഷർത്തുകളാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഷർത്താണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ നിസ്കാരത്തിന് തയ്യാറാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഷർത്തുകൾ. അതുകൊണ്ടാണ് ആദ്യം ഷർത്തുകൾ നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫർളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നേരത്തെ അറിയുന്ന പോലെ 5 എണ്ണമാണുള്ളത്. ഒന്നാമത് ത്വഹാറത്തുൻ അൻ ഹദസിൻ വജനാബത്തിൻ, ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഷർത്ത്. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ, ഭാഷാർത്ഥത്തിൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിലെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം വൃത്തി എന്നാണ് അർത്ഥം. നദാഫത്ത് എന്നൊക്കെ പറയും, വൃത്തി എന്ന് പറയും. എന്നാൽ ഇവിടെ നമ്മൾ ശറഇൽ അല്ലെങ്കിൽ ഫിഖ്ഹിൽ നമ്മൾ ഈ ത്വഹാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദസ് അല്ലെങ്കിൽ നജസിൻ്റെ ഉണ്ടായതിൻ്റെ പേരിൽ അവനക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ഹദസോ അല്ലെങ്കിൽ നജസോ ഉണ്ടെങ്കിൽ നിസ്കാരം അവിടെ ശരിയാവുകയില്ല. അങ്ങനെ നിസ്കാരത്തെ തടയുന്ന ഒരു കാര്യമുണ്ട്, ആ കാര്യത്തെ നീക്കം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹദസ് കാരണത്താലോ അല്ലെങ്കിൽ നജസ് ഉണ്ടായത് കാരണത്താലോ നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ആ സാഹചര്യത്തെ നീക്കം ചെയ്യുന്നതിനാണ് ത്വഹാറത്ത് എന്ന് നമ്മൾ ഫിഖ്ഹിൽ പറയുക. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞാൽ ത്വഹാറത്തുൻ അൻ ഹദസിൻ, അതിന് വുളു ആണ് ഒന്നാമത്തത്. ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ വുളു എടുക്കുക എന്നുള്ളതാണ്. വുളു എന്ന് പറയും നമ്മൾ. വുളു വാവിന് ലൊമ്മോട് വുളു എന്ന് പറഞ്ഞാൽ ഇസ്തിഅമാലുൽ മാഇ ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ മുഫ്തതഹൻ ബിന്നിയ്യ, നിയ്യത്ത് കൊണ്ട് തുടങ്ങിയിട്ട് ഏതാനും ചില അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് എന്താ പറയുക, നിയ്യത്തോടു കൂടെ ഏതാനും ചില അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് വുളു എന്ന് പറയുക. വുളു ചെയ്യുന്ന പ്രക്രിയ അതിനാണ് വുളു എന്ന് പറയുക. വളു എന്ന് പറയുന്നുണ്ട്, വാവിൻ്റെ ഫതഹ് കൊടുത്തിട്ട് വളു എന്ന് പറഞ്ഞാൽ വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് വളു എന്ന് പറയുക. ഒരു ഹർക്കത്തിന് വ്യത്യാസമുള്ളൂ. വളു എന്ന് പറഞ്ഞാൽ വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, അതിനാണ് വളു എന്ന് പറയുക. അപ്പോൾ ഈ വുളു നിർബന്ധമാക്കിയതെന്നാണ്. നിസ്കാരം നിർബന്ധമാക്കിയതോടുകൂടെ തന്നെ അതിൻ്റെ കൂടെ വുളുവും നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളതാണ്. നിസ്കാരം നിർബന്ധമായതെന്നാണ് ഇസ്രാ മിറാജിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി നൽകിയ നിസ്കാരം നിർബന്ധമാക്കി കൊടുത്തത്. അന്ന് നിർബന്ധമാക്കിയതോടുകൂടെ തന്നെ അതിന് കൂടെ വുളുവും നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വുളുവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വുളു അതിൻ്റെ ഷർത്തുകളാണ് നമ്മൾ പറയുന്നത്. നിസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഷർത്ത് നമ്മൾ പറഞ്ഞ് ത്വഹാറത്ത്. ആ ത്വഹാറത്തിൽ നിന്ന് ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ത്വഹാറത്താകുന്നു വുളു. ആ വുളുവിന് ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പെട്ടെന്ന് 5 ഷർത്തുകളുണ്ട്. ഒന്നാമത്തെ ഷർത്ത്, അപ്പോൾ വുളുവിൻ്റെയും കുളിയുടെയും ഒക്കെ ഷർത്തുകൾ ഒന്ന് തന്നെയാണ്. വുളുവിൻ്റെ ആണെങ്കിലും കുളിയുടെ ആണെങ്കിലും ഷർത്തുകൾ ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ ഷർത്ത് മാഉൻ മുത്തലക്കായ വെള്ളമായിരിക്കണം എന്നുള്ളതാണ്. എന്താ ഈ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ, അത് അറബിയിൽ അതിന് താരീഫ് കൊടുക്കൽ മാ യഖ്ഉ അലൈഹി ഇസ്മുൽ മാഇ ബിലാ ഖൈദ് എന്നാണ്. ഒരു ഉപാധി കൂടാതെ അതിന് വെറും വെള്ളം എന്ന് പറയുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യാം, മാ മുത്തലക്ക് എന്ന് പറയും. നമ്മൾ പച്ചവെള്ളം എന്ന് പറയും. ഉപാധികൾ കൂടാതെ, നേരെ മറിച്ച് കഞ്ഞിന് വെള്ളമാണ് കഞ്ഞിവെള്ളം എന്ന് പറയും. പനനീർ വെള്ളത്തിന് പനനീർ വെള്ളം എന്ന് നമ്മൾ പറയും. ചായ എന്നാണെങ്കിൽ ചായ വെള്ളം, അത് ആ ഒരു ഉപാധിയോട് കൂടിയാണ് പറയുക. ഇങ്ങനെ ഉപാധികളില്ലാതെ പറയുന്ന വെള്ളത്തിനാണ് മാ മുത്തലക്ക് എന്ന് പറയുക. എന്നാൽ ചില സാധനങ്ങളുണ്ടാകും അതിൻ്റെ സ്ഥലത്തോട് ചേർത്തിട്ട് നമ്മൾ പറയും. ഇപ്പോൾ കടൽ വെള്ളം എന്ന് പറയും, അത് കുഴപ്പമില്ല, അത് മാ മുത്തലക്ക് തന്നെയാണ്, വെള്ളം തന്നെയാവുന്നു. പക്ഷേ ഈ ഉപാധി എന്താണ്, ആ സ്ഥലത്തോട് ചേർത്ത് പറയുന്ന ഉപാധിയാണ് മാ ഉൽ ബഹർ, കടൽ വെള്ളം.
അല്ലെങ്കിൽ പുഴ വെള്ളം എന്നുള്ളതൊക്കെ ആ സ്ഥലത്തോട് ചേർത്ത് പറയുന്നതാണ്. ആ ഉപാധികൾക്ക് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഉപാധികൾ വെച്ച് പറയുന്ന ഉപാധികൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചേർത്തിട്ടാണ് പറയുക, കഞ്ഞിവെള്ളം, പഴനീർ വെള്ളം എന്നൊക്കെ പറഞ്ഞ പോലെ. ഇങ്ങനെ ഉപാധികളില്ലാതെ വെറും വെള്ളം എന്ന് മാത്രം പറയാൻ പറ്റുന്ന വെള്ളത്തിനൊക്കെ മാ മുത്തലഖ് എന്നാണ് പറയുക. അപ്പോൾ വുദൂഇൻ്റെ ഷർത്തുകൾ ഒന്ന് മാ മുത്തലഖ് ആയിരിക്കണം എന്നുള്ളത്. മാ മുത്തലഖ് എന്ന് മാത്രമല്ല, അത് ഗൈറു മുസ്തഅമലിൻ ഫി ഫർദി ത്വഹാറത്തിൻ മിൻ റഫ്ഇ ഹദസിൻ വ ഇസാലത്തി നജസിൻ ഖലീല. ഫർദ് ത്വഹാറത്ത്, നിർബന്ധമായ ത്വഹാറത്തിൽ ഉപയോഗിച്ച വെള്ളം ആവാൻ പാടില്ല എന്നുള്ളതാണ്. റഫ്ഉൽ ഹദസ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ വുദൂ ചെയ്യാൻ വേണ്ടിയിട്ട്, വേറൊരാൾ നിർബന്ധം കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം ആവാൻ പാടില്ല. അല്ലെങ്കിൽ നജസിനെ നീക്കം ചെയ്താൽ വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം ആവാൻ പാടില്ല എന്നാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ നജസുണ്ട്, ആ നജസ് നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് വുദൂ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ ഒരാൾ വുദൂ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നേരത്തെ ഒരാൾ നജസ് നീക്കം ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം, ആ വെള്ളം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് മാ മുത്തലഖിൽ പെടുന്നതല്ല. എന്നാൽ ഞാൻ വുദൂ എടുത്തുണ്ടാക്കി കുറച്ച് വെള്ളം, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, വേറെ ആൾ വുദൂ ചെയ്തു, അവിടുന്ന് കുറച്ച് വെള്ളമുണ്ട്. അങ്ങനെ കുറേ ആളുകൾ വുദൂ ചെയ്തുണ്ടാക്കിയ കുറേ വെള്ളങ്ങളുണ്ട്. അവർ വുദൂ ചെയ്ത ബാക്കി വെള്ളമാണ്, വുദൂ ചെയ്ത വെള്ളമാകുന്നു. ആ വെള്ളങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി അങ്ങനെ 2 കുല്ലത്തെത്തി എന്നൊക്കെ. 2 കുല്ലത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഗൈർ മുസ്തഅമലാണ്, മുസ്തഅമലല്ല. കാരണം 2 കുല്ലത്തെത്തിയ വെള്ളം മുസ്തഅമലാവുകയില്ല. നമ്മൾ ഹൗദിലൊക്കെ വുദൂ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 2 കുല്ലത്തിൽ കൂടുതലുണ്ടായതുകൊണ്ട് ഒരാൾ വുദൂ എടുത്താലും ആ വെള്ളം മുസ്തഅമലാവുകയില്ല. അപ്പോൾ മുസ്തഅമലായ വെള്ളം കുറച്ച് വെള്ളം അതിങ്ങനെ ഒരുമിച്ച് കൂട്ടി 2 കുല്ലത്തായി എന്നൊക്കെ. അങ്ങനെ 2 കുല്ലത്തായി കഴിഞ്ഞാൽ പിന്നെ അത് മുസ്തഅമലല്ല. ആ വെള്ളം ഉപയോഗിച്ച് വീണ്ടും വുദൂ ഉണ്ടാക്കാവുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് കോരി എടുത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും വുദൂ ഉണ്ടാക്കാവുന്നതാണ്. കാരണം അത് ഒരുമിച്ച് കൂട്ടലോടുകൂടെ അത് മുസ്തഅമൽ എന്നതിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ഇനി നജസുള്ള വെള്ളമാണ് നിൽക്കാം. നമ്മൾ നജസ് നീക്കം ചെയ്യാൻ ഉപയോഗിച്ച വെള്ളമാണ്, അല്ലെങ്കിൽ നജസ് കുറച്ച് ആയ വെള്ളമാണ്, ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ പാട്ടിയിലോ വെള്ളം ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് നജസായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം മുത്തനജിസാണല്ലോ. എന്നാൽ ഈ മുത്തനജിസായ വെള്ളവും അല്ലെങ്കിൽ ബക്കറ്റിലുള്ള വെള്ളമൊക്കെ ഒരുമിച്ച് കൂട്ടി, ആ വെള്ളമൊക്കെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അങ്ങനെ 2 കുല്ലത്തായി. 2 കുല്ലത്തായിട്ട് നോക്കി തഗയ്യുറൊന്നുമില്ല എങ്കിൽ ആ 2 കുല്ലത്ത് വെള്ളവും നമുക്ക് വുദൂ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മൾ പറയും 2 കുല്ലത്തായി കഴിഞ്ഞാൽ പിന്നെ നജസ് തട്ടിയത് കൊണ്ട് മാത്രം മുത്തനജിസാവുകയില്ല വെള്ളം. തഗയ്യുറുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പകർച്ച, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ നജസായ അല്ലെങ്കിൽ നജസ് തട്ടിയ ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ പാട്ടിയിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഒരുമിച്ച് കൂട്ടിയപ്പോൾ 2 കുല്ലത്തായി. അങ്ങനെ 2 കുല്ലത്തായി ആ വെള്ളം തഗയ്യുറൊന്നുമില്ല, പകർച്ചയൊന്നുമില്ല എങ്കിൽ, നജസ് തട്ടിയിട്ടുണ്ട് പക്ഷേ പകർച്ചയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളവും നമുക്ക് വുദൂ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി മുസ്തഅമലായ വെള്ളം എന്നെങ്ങനെ പറയാം? മുസ്തഅമലായ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വുദൂ ചെയ്യുന്ന ഒരാളുടെ അവയവങ്ങളിൽ ഉപയോഗിച്ച വെള്ളം എന്നുള്ളതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ വുദൂ ചെയ്യുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ മുഖം ഇവിടുന്ന് ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വെള്ളം ഒലിച്ചിങ്ങനെ വരുന്നത് അല്ലേ, ഇവിടുന്ന് കഴുകുന്ന വെള്ളം ഒലിച്ച് വരുന്നത്. അപ്പോൾ ഈ ഒലിച്ച് വരുന്നത് ഇവിടെ ഉപയോഗിച്ച വെള്ളം തന്നെയാണല്ലോ ഇവിടെ ഉപയോഗിക്കുന്നത്, അതിന് കുഴപ്പമില്ല. ഒരു അവയവത്തിൽ നിന്നും പരിപൂർണമായിട്ടും ആ വെള്ളം പുറത്തേക്ക് ചാടുമ്പോഴാണ് എന്താണ് അത് മുസ്തഅമലാവുന്നത്. എന്നാൽ വെള്ളം ഇവിടുന്ന് ഒതുണ്ടാക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒലിച്ച് ഇതുവരെയൊക്കെ ഇങ്ങനെ വരുന്നതിന് കുഴപ്പമില്ല, അതൊന്നും മുസ്തഅമലാവില്ല. ഈ വെള്ളം ഇവിടുന്ന് നമ്മുടെ മുഖത്തിൻ്റെ പരിധിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ചാടുമ്പോഴാണ് മുസ്തഅമലാവുന്നത്. കൈ നമ്മൾ വുദൂ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ കഴുകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന വെള്ളം കുഴപ്പമില്ല. പക്ഷേ ഒലിച്ചിറങ്ങിയ വെള്ളം ഇവിടുന്ന് നുറ്റി ചാടി ആ വെള്ളം ആണ് പിന്നെ മുസ്തഅമലാവുന്നത്. ആ വെള്ളം അടുത്ത കൈമൊക്കെ ആക്കിയാൽ അത് ശരിയാവുന്നതല്ല, അത് മുസ്തഅമലായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു അവയവത്തിൻ്റെ പരിധിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് അത് മുസ്തഅമലാകുന്നത്. ഇനി കയ്യിൻ്റെ പരിധിയിൽ ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ പോന്നിട്ട് ഇവിടേക്കും എത്തി, ആ വെള്ളം തന്നെ എന്ത് ചെയ്തു തിരിച്ചു പോരുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വെള്ളം ഇവിടെ എത്തിയാൽ തന്നെ ആ വെള്ളം മുസ്തഅമലാകുന്നതാണ്. കാരണം കയ്യിൻ്റെ പരിധി ഇതുവരെ ഉള്ളൂ, നിർബന്ധമായത് ഇത്രയും, സുന്നത്തായത് ഇതുവരേക്കുമാണ്. അതിൻ്റെയും പരിധി വിട്ട് കിടന്നാൽ തന്നെ അത് മുസ്തഅമലാകും എന്നുള്ളതാണ്. ഇനി സാധാരണ മസല പറയാം. ഒരു ബക്കറ്റിൽ വെള്ളം, ആ വെള്ളത്തിലേക്ക് അത് എപ്പോഴാണ് മുസ്തഅമലാവുക? ഒരാൾ മുൻകൈ കഴുകാൻ വേണ്ടി ബക്കറ്റിലേക്ക് കൈയിട്ടു നിൽക്കാം, മുസ്തഅമലാവുകയില്ല. മുസ്തഅമൽ ഫിഖ് പരമായിട്ട് മുസ്തഅമലാവുകയില്ല. ഫിഖിൽ പറയുന്ന ഈ ഒരു എന്ത് ചെയ്യാം മുസ്തഅമൽ ആവുകയില്ല. കാരണം ഒരു സുന്നത്താണ്, നമുക്ക് മുൻകൈ 2 കൈകൾ സുന്നത്താണ്. ആ സുന്നത്തിന് വേണ്ടി വെള്ളം കുഴപ്പമില്ല. വെള്ളം കൊപ്പിളിക്കാൻ വേണ്ടി ചെയ്യുന്നിടത്തു അവൻ കുഴപ്പമില്ല. അവൻ എന്ത് ചെയ്തു, മുഖം കഴുകാൻ വേണ്ടിയിട്ട് നീയത്തോട് കൂടെ എന്ത് ചെയ്തു, മുഖം കഴുകി. അങ്ങനെ മുഖം കഴുകി 3 വട്ടവും മുഖം കഴുകിയതിന് ശേഷം
പിന്നീട് അവൻ എന്ത് ചെയ്യുന്നത് കൈ മുക്കിയാൽ ആ കൈ മുക്കലോടുകൂടെ തന്നെ അത് മുസ്താമലാകുന്നതാണ്. കാരണം മുഖം കഴുകിയതിന് ശേഷം പിന്നെ കഴുകാനുള്ളത് കൈയാകുന്നു. ആ കൈ നിർബന്ധമായി കഴുകേണ്ട കൈയാണ്. അത് വെള്ളത്തിൽ മുക്കലോടുകൂടെ ആ വെള്ളം മുസ്താമലാകുന്നു. ഇനി വേണമെങ്കിൽ ആ മുക്കിയ കൈ ഉണ്ടല്ലോ, ആ കൈ വേണമെങ്കിൽ കഴുകാവുന്നതാണ്. കൈ മുക്കിയിട്ടുണ്ടെങ്കിൽ ആ കൈ എന്ത് ചെയ്യാം, കഴുകാവുന്നതാണ്. അതിന് ശേഷമുള്ള മറ്റേ കൈ കഴുകാനോ അല്ലെങ്കിൽ തല തടവാനോ കാല് കഴുകാനോ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു മുക്കലോടുകൂടെ. അല്ലെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷന്, ആ മുഖം കഴുകിയതിന് ശേഷം അയാൾ വിചാരിക്കുക ഞാൻ വെള്ളം എടുക്കുന്നത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണ്, അല്ലെങ്കിൽ വെറും എന്ത് ചെയ്ത് ഇതിങ്ങനെ അവിടുന്ന് കോരിയെടുക്കുക എന്ന ഉദ്ദേശത്തിനാണ് ഞാൻ എടുക്കുന്നത് എന്ന് ഉദ്ദേശത്തിൽ എടുക്കുക. എന്നിട്ട് പിന്നെ പുറത്ത് കാക്കിയിട്ട് ഞാൻ കൈ കഴുകാവുന്നതാണ്. മുഖം കഴുകിയതിന് ശേഷം 3 വട്ടം മുഖം കഴുകിയതിന് ശേഷം പിന്നീട് കൈ മുക്കിയാൽ മുസ്താമലാവുമല്ലോ. അപ്പോൾ അവൻ കരുതുക ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് വെള്ളം അങ്ങനെ കോരിയെടുക്കാൻ ഉദ്ദേശത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന ഉദ്ദേശത്തിൽ അങ്ങനെ കോരിയെടുക്കുക. എന്നിട്ട് പുറത്ത് കാക്കിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാം, കൈ കഴുകുക. നിർബന്ധമായി കൈ കഴുകുക എന്നുള്ള നിയത്ത് വെച്ചിട്ട് ആ കൈയും കഴുകാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ആ വെള്ളം മുസ്താമലാവുകയില്ല, ഇവനക്ക് മുഖം കഴുകലാവുകയും ചെയ്യും, കൈ കഴുകലാവുകയും ചെയ്യും. ഇനി ഒരു വട്ടം മുഖം കഴുകി നിൽക്കാം. ഒരു വട്ടം മുഖം കഴുകുന്നതാണ് ഇവനെ ആകെ ഉദ്ദേശിച്ചത് തന്നെ. ഒരു വട്ടം ചെയ്യാനുള്ളൂ, മുഖം ഒരട്ടം കൈയൊക്കെ ഒരട്ടം കഴിക്കാനുള്ളൂ. അത്ര പെട്ടെന്ന് ചെയ്ത് പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഒരു വട്ടം മുഖം കഴുകിയതിന് ശേഷം പിന്നെ ഓനെ കൈ മുക്കിയാൽ തന്നെ ആ വെള്ളം മുസ്താമലാകുന്നതാണ്. കാരണം ഇവൻ്റെ ഉദ്ദേശം ഒരു വട്ടം മുഖം കഴുകാനുള്ളൂ, അത് കഴുകി കഴിഞ്ഞു. ഇനി രണ്ടാമത് കൈ മുക്കുന്നത് എന്താണ്, കൈ കഴുകുക എന്ന ഉദ്ദേശപ്രകാരമാണ്. അപ്പോൾ അത് ഫർലായ ഒരു ഉപയോഗമാണ്. മുസ്താമലും ഫി ഫർലി ത്വഹാറത്താവുകയാണ്. ഇനി അത് അപ്പോൾ നമ്മൾ പറഞ്ഞത് മുത്തലഖാവണം. അതെ, വൈർ മുസ്താമലും ഫി ഫർലി ത്വഹാറത്തിൻ ഇസാലത്തിൻ നജസ് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ റഫുൽ ഹദസ് ഉയർത്താനോ വേണ്ടി ഉപയോഗിച്ച വെള്ളം ആവാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ തഗയ്യുറുള്ള വെള്ളവും ആവാൻ പാടില്ല, പകർച്ചയുള്ള വെള്ളം ആകാനും പാടില്ല എന്നുള്ളതാണ്. നജസുള്ളതല്ല, തോഹിറായ ഒരു സാധനം കൊണ്ട് തന്നെ പകർച്ച ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു ചായൻ്റെ ചായ അതിൻ്റെ ഒരു ട്യൂറ്റിക്കണം, അത് നോക്കിയാൽ പിന്നെ കാണുന്നില്ല, ഇത് പകർച്ചയൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കാരണം അത് ചായ വെള്ളം എന്ന് പറയില്ല, അതിന് മാത്രം ചായ അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു കപ്പ് ചായ ഒന്നായിട്ട് പോയിക്കണം ആ ബക്കറ്റ് വെള്ളത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അതിൻ്റെ തുഴമ്, ലൗന്, രീഹ്, മണം, അതേപോലെ തന്നെ കളറ്, അതേപോലെ തന്നെ രുചി, ഈ 3. അപ്പോൾ ഇതിൽ മാറ്റം വരികയാണെങ്കിലാണ് അത് പകർച്ച വന്നു അല്ലെങ്കിൽ അതിൽ മാറ്റം വന്നു എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ തഗയ്യുർ വന്നിട്ടില്ല, പകർച്ചയൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരിറ്റ് ചായ ആയിക്കത്ത് ചാടിയിട്ടുണ്ട് ഒരു ബക്കറ്റിലേക്ക്, നോക്കിയിട്ട് കാണുന്നില്ല, തഗയ്യുറൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി തഗയ്യുർ എന്ന് പറയുന്നത് ഖലീത്ത് എന്ന് പറയും. 2 രീതിയിലുണ്ടാവുക, മുഖാലിത്ത്, മുജാവിർ. ഈ രീതിയിലാണ് ഉണ്ടാവുക. മുഖാലിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചായ വെള്ളത്തിലേക്ക് ചായ വെച്ച് കഴിഞ്ഞാൽ കലങ്ങിയാൽ പിന്നെ എന്താവില്ല, വേർതിരിച്ച് ചായ ഏതാ അല്ലെങ്കിൽ വെള്ളം ഏതാ എന്ന് വേർതിരിച്ച് കാണില്ല. അതിനാണ് മുഖാലിത്ത് എന്ന് പറയുക, വേർതിരിച്ച് കാണാത്തത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നത്, വേർതിരിച്ച് കാണാത്ത ഏതെങ്കിലും സാധനം കൊണ്ട് പകർച്ചയായാലാണ് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത്. മുജാവിർ എന്ന് പറയും. മുജാവിർ എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് കാണുന്നതാണ്. ഇപ്പോൾ വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു, ഒരു മരക്കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ മരക്കഷ്ണം വേറെയും വെള്ളം വേറെയും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. അതിനാണ് മുജാവിർ എന്ന് പറയുക. മുഖാലിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് വെള്ളത്തിലേക്ക് കലർന്നു കഴിഞ്ഞാൽ വെള്ളം ഏതാ ചായ ഏതാ എന്ന് വേർതിരിച്ച്, ഉദാഹരണത്തിന് ചായ, അത് വേർതിരിച്ച് കാണാൻ സാധിക്കുകയാണ് മുഖാലിത്ത്. മാത്രമല്ല വെള്ളത്തിന് ആവശ്യമില്ലാത്ത എന്നാൽ വെള്ളത്തിന് നിലനിൽപ്പിന് ആവശ്യമില്ലാത്ത ഒരു തോഹിറായ ഒരു മുഖാലിത്ത് കൂടി ചേർന്നാലാണ് അങ്ങനെ തഗയ്യുറായാലാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത്. കാരണം വെള്ളം വെള്ളത്തിന് നിലനിൽപ്പിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ഇപ്പോൾ ചായ വെള്ളത്തിന് നിലനിൽപ്പിന് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് ചായ കുറച്ച് ആയി അങ്ങനെ എന്ത് പകർച്ച വന്നാൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് വെള്ളത്തിന് നിലനിൽപ്പിന് ഇപ്പോൾ പുഴയിലെ വെള്ളം കലങ്ങിയിട്ടുണ്ടാവും. അത് പുഴയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആ മണ്ണിലൂടെ ഇങ്ങനെ ഒഴുകിനായിരിക്കും. അപ്പോൾ മണ്ണുമായിട്ട് കലർന്നതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചളിവെള്ളമായിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ ചളിയുമായിട്ട് ചേർന്നതാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതേപോലെ കടൽ വെള്ളം, ഉപ്പ് രസമുള്ള വെള്ളമായിരിക്കും കടൽ വെള്ളം ഉണ്ടാവുക. ആ ഉപ്പ് കടലിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായതാണ് ഉപ്പ് എന്നുള്ളത്. അതുകൊണ്ട് ആ ഉപ്പ് കലർന്ന വെള്ളം അതിനും കുഴപ്പമില്ല. വെള്ളത്തിന് നിലനിൽപ്പിന് ആവശ്യമില്ലാത്ത ഒരു മുഖാലിത്തുമായിട്ട് കൂടി കലർന്നാലാണ് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തഗയ്യുറില്ലാത്ത രീതിയിൽ കുറഞ്ഞ എന്ത് ഞാൻ പറഞ്ഞു, 1 സ്പൂണോ അല്ലെങ്കിൽ 1 ലിറ്റോ ചായ വെള്ളത്തിലായിട്ടുണ്ടെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ എന്തില്ല കുഴപ്പമില്ല. കാരണം അത് തഗയ്യുറായിട്ടില്ല, പകർച്ച വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വെള്ളവും ഉപയോഗിക്കാവുന്നതാണ്.
ഇനി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുഖാലിത്താണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. മുജാവിറായി നിൽക്കാം, ഒരു മരക്കഷ്ണം ഒരു വെള്ളത്തിൽ എന്ത് ചെയ്തു, ഒരു മരക്കഷ്ണം ചാടിയിട്ടുണ്ട്, ആ മരക്കഷ്ണം കൊണ്ട് എന്ത് ചെയ്യുന്നത് വലിയ തകയൂരൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ആ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. കാരണം മുജാവിറാണ്, വേർതിരിച്ച് കാണുന്നതാകുന്നു, അതിനെന്ത് ചെയ്യാം, കുഴപ്പം ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു പകർച്ച ഉണ്ടായിട്ടുണ്ട്, അത് മുഖാലിത്ത് കൊണ്ടാണോ മുജാവിർ കൊണ്ടാണോ? നേരത്തെ പറഞ്ഞോ മുഖാലിത്ത് മുജാവിർ നമ്മൾ നേരത്തെ പറഞ്ഞു. മുഖാലിത്താണ് നമ്മൾ വേർതിരിച്ച് കാണാത്തത്, മുജാവിർ എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് കാണുന്നത്, അതിനാണ് മുജാവിർ. ഒരു വെള്ളത്തിൽ പകർച്ച വന്നിട്ടുണ്ട്, ആ പകർച്ച വന്നത് മുഖാലിത്ത് കൊണ്ടാണോ അല്ലെങ്കിൽ മുജാവിർ കൊണ്ടാണോ എന്ന് സംശയം വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മുജാവിറിൻ്റെ ഹുക്കുമാണ് കൊടുക്കുക. അങ്ങനെ മുജാവിർ കൊണ്ടാകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുജാവിർ കൊണ്ടാണ് തകയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതുകൊണ്ട് ആ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നജസ് കൊണ്ട് തകയുറായി കഴിഞ്ഞാൽ ആ വെള്ളം 2 കൊല്ലത്തുള്ള വെള്ളമാണ് നിൽക്കാം, അല്ലെങ്കിൽ ഒരു ഹൗദിലുള്ള അല്ലെങ്കിൽ ഒരു കുളത്തിലുള്ള മൊത്തം വെള്ളമാണ്. നജസ് കൊണ്ട് തകയുറായി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളവും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഒരു ഹൗദിലെ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, ധാരാളം ഒരു മൂത്രം കുറേ മൂത്രയിൽ പോയിട്ടുണ്ട് നിൽക്കാം, അതിൽ പോയിട്ടുണ്ട്, അതിൻ്റെ വെള്ളമാകെ പകർച്ച വന്നിട്ടുണ്ട്, ആ വെള്ളത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിൽക്കാം. അങ്ങനെയെങ്കിൽ കസീറായ വെള്ളമാണെങ്കിലും 2 കൊല്ലത്തുണ്ടെങ്കിലും തകയർ വന്നു കഴിഞ്ഞാൽ, നജസ് കൊണ്ട് തകയുറുണ്ടായി കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, അത് നമുക്ക് ഈ മാഉമുത്തലഖിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 കൊല്ലത്തിൽ നമ്മൾ പറഞ്ഞത് അല്ലേ, 2 കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളം നജസ് തകയുറായി കഴിഞ്ഞാൽ, നജസ് ആയതുകൊണ്ട് മാത്രം എന്താവില്ല, ആ വെള്ളം ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. 2 കൊല്ലത്തിലുള്ള വെള്ളം തകയുറായാലേ മാത്രമേ അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം എന്നാൽ ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു പാട്ട വെള്ളമൊക്കെ നജസ് തട്ടൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. 2 കൊല്ലത്ത് നമ്മൾ പറഞ്ഞു. എന്താണ് 2 കൊല്ലത്ത്? അത് ബഗ്ദാദിലെ ഒരു കണക്ക് പ്രകാരം 500 റാത്തലാണ്, പണ്ടത്തെ കണക്കാണ് 500 റാത്തൽ എന്ന് പറയും ബഗ്ദാദിൽ. ഇപ്പോൾ നിലവിൽ നമ്മൾ ലിറ്റർ കണക്കാണ് നമ്മൾ പറയുള്ളത്, 200 ലിറ്ററാണ് നമ്മൾ 2 കൊല്ലത്തിന് പറയാറുള്ളത്, 200 ലിറ്റർ. സാധാരണ ഹൗദുകൾ അല്ലെങ്കിൽ നമ്മൾ ടാങ്കുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ 200 ലിറ്ററിൽ കൂടുതലുണ്ടായിരിക്കും, അതാണ് നമ്മൾ 2 കൊല്ലത്തായിട്ട് പറയാറുള്ളത്. ഇനി അതിൻ്റെ ഒരു അളവ് പറയുന്നുണ്ട്. ഒരു ചതുരത്തിലുള്ള ഒരു പാത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂബിക് എന്ന് പറയും, ക്യൂബിക് അല്ലെങ്കിൽ ക്യൂബോയിഡ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. ആ ഒരു പാത്രത്തിലാണ് എന്നുണ്ടെങ്കിൽ, ചതുരത്തിലുള്ള പാത്രത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ദിറാഉൻ വറുബുൻ 1/4 മുഴം, അതാണ് സാധാരണ ഒരു മനുഷ്യന്മാരുടെ എന്തിനത് 1/4 മുഴം. അതിപ്പോൾ നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ 45 സെൻറ്റിമീറ്ററാണ് പറയുക, ഒരു മുഴം എന്ന് പറഞ്ഞാൽ 45 സെൻറ്റിമീറ്റർ. 1/4 മുഴം എന്ന് പറയും, ഏകദേശം ഒരു 61 സെൻറ്റിമീറ്റർ ഒക്കെ പറയും. ആ ഒരു സെൻറ്റിമീറ്ററോളം നീളവും വീതിയും ആഴവും ഉള്ള, അതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് ആൻഡ് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഇങ്ങനെയുള്ള ഒരു പാത്രം, ആ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം എത്രയോ അതാണ് 2 കൊല്ലത്തായിട്ട് പറയാറുള്ളത്. ഇനി നമ്മൾ സർക്കിൾ രൂപത്തിലുള്ള സിലിണ്ടർ രൂപത്തിലുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ, സിലിണ്ടർ രൂപം എന്ന് പറഞ്ഞാൽ മുകളിൽ സർക്കിളായിരിക്കും, പിന്നെ അടിക്ക് ഹൈറ്റ് ഉണ്ടാകും, അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞത് ദിറാഉൻ മിൻ സായിൽ ജവാനിബി ദിറാഇൽ ആദമി എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ഭാഗത്തേക്കും എന്ന് പറഞ്ഞാൽ സർക്കിളാകുമ്പോൾ അവരുടെ എന്ത് ചെയ്ത് സെൻട്രൽ പോയിന്റിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും 1 മുഴം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്നുള്ള റേഡിയസ് എന്ന് പറയും. ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും 1 മുഴം ഉണ്ടോ നോക്കും. അതേപോലെ ആഴം അടിയിലേക്ക് ഹൈറ്റ് 2 മുഴവും ഉണ്ടോ നോക്കും. 2 മുഴം എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ പറഞ്ഞ ദിറാഉൻ നജ്ജാർ എന്ന് പറയും, അതൊരു അളവാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ ദിറാഉൻ റുബുൻ നേരത്തെ പറഞ്ഞ ഒരു 1/4 മുഴം എന്നുള്ളത് പറയാം. അപ്പോൾ വട്ടത്തിലുള്ള ഒരു പാത്രമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും 1 മുഴവും അടിയിലേക്ക് ഹൈറ്റിൽ 1/4 മുഴവുമുള്ള ഒരു പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം എത്രയോ അതാണ് 2 കൊല്ലത്തെന്ന് പറയാം. ഇത് പണ്ഡിതന്മാർ അന്ന് പറഞ്ഞ ഒരു കണക്കാകുന്നു. ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 200 ലിറ്റർ എന്നാണ്. 200 ലിറ്റർ ഉണ്ടെങ്കിൽ ആ വെള്ളം 2 കൊല്ലത്തിൻ്റെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ 2 കൊല്ലത്തുള്ള വെള്ളം അത് നജസ് തട്ടൽ കൊണ്ട് മാത്രം എന്താവില്ല മുതനജീസ് ആവുകയില്ല. 2 കൊല്ലത്തുള്ള വെള്ളം നജസ് തകയൂറാവണം, നജസ് തട്ടുകയും അത് പകർച്ചു വരികയും ചെയ്താലാണ് അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം എന്നാണ് ഒരു ബക്കറ്റ് വെള്ളം, ഒരു പാട്ട വെള്ളമൊക്കെ നജസ് തട്ടൽ കൊണ്ട് തന്നെ അത് മുതനജീസ് ആവുന്നതാണ്. ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ
ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് കുറഞ്ഞ എന്തെങ്കിലും തെറിച്ചു നിൽക്കാം, എന്തെങ്കിലും നജസ് തെറിച്ചു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു നജസ്സായിരിക്കണം. ആ നജസ് തട്ടൽ കൊണ്ട് മാത്രമേ ആ വെള്ളം മുതനജിസാവുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ വെള്ളത്തിൽ നമ്മൾ അഫു ചെയ്യപ്പെടുന്ന ചില നജസ്സുകളുണ്ട്. ഈ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികൾ, ഇപ്പോൾ കൊതുക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം ചെള്ള്, അങ്ങനത്തെ ചെറിയ ജീവികളൊക്കെ ഉണ്ടാവും, ഒലിക്കുന്ന രക്തം ഇല്ലാത്ത ജീവികൾ. അങ്ങനത്തെ ജീവികളുടെ ശവം, ഇപ്പോൾ കൊതുകിൻ്റെ ശവമോ അല്ലെങ്കിൽ അങ്ങനത്തെ ശവം വെള്ളത്തിലുണ്ടെങ്കിൽ അത് അഫു ചെയ്യപ്പെടുന്ന നജസ്സാകുന്നു. അതൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ മതി. ആ വെള്ളം വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മഹാനായ മാലിക് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായ പ്രകാരം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിലും മാലിക്കി മദ്ഹബ് പ്രകാരം അത് തഗയ്യുറുണ്ടെങ്കിൽ മാത്രമേ നജസ്സാവുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു തുള്ളി നജസ്സായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെന്ത് ചെയ്യും, നോക്കിയിട്ട് തഗയ്യുറുണ്ടോ നോക്കും. പകർച്ചുണ്ടെങ്കിൽ മാത്രമേ അത് കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുള്ളൂ മാലിക്കി മദ്ഹബ് പ്രകാരം. ഷാഫി മദ്ഹബ് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് തട്ടൽ കൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ 2 കൊല്ലത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നജസ് തട്ടൽ കൊണ്ട് കുഴപ്പമില്ല, നജസ് തട്ടി അതിന് തഗയ്യുറുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ വുളൂഇൻ്റെ ഷർത്തുകളാണ് പറഞ്ഞത്. വുളൂഇൻ്റെ ഷർത്തുകൾ ഒന്ന് നമ്മൾ പറഞ്ഞു, മുത്തലഖായിരിക്കണം എന്ന് പറഞ്ഞു. അതുതന്നെ തഗയ്യുറുണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ ഫർദ് ത്വഹാറത്തിൽ ഉപയോഗിച്ചതാവാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ജറിയുമാ ഇൻ അല ഉളുവിൻ, വുളൂഇൻ്റെ അവയവങ്ങൾ, മുഖം, കൈ പോലത്തെ വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. ജറി എന്ന് പറഞ്ഞാൽ ഒലിപ്പിക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യാം, വെള്ളം ഇങ്ങനെ തൊട്ടാൽ മാത്രം പോരാ. തൈമം ചെയ്യുന്നത് പോലെ വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെ തേച്ചാൽ പോരാ. അല്ലെങ്കിൽ കൈയ്യും ഇങ്ങനെ എന്ത് ചെയ്യാം വെച്ചാൽ പോരാ, വെള്ളം ഒലിപ്പിക്കണം. അപ്പോൾ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, ഒലിപ്പിക്കണം. ജറിയുൽ മായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് അല്ലാ യകൂന അലൈഹി മുഗയ്യിറുൽ മായി, വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്ന, വെള്ളത്തെ പകർച്ചയാക്കുന്ന, നേരത്തെ നമ്മൾ പകർച്ചയാക്കുന്ന കുറേ കാലങ്ങൾ പറഞ്ഞു. അങ്ങനെ പകർച്ചയാക്കുന്നൊന്നും വുളൂഇൻ്റെ അവയവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വുളൂഇൻ്റെ അവയവങ്ങൾ കയ്യിലോ അല്ലെങ്കിൽ മുഖത്തോ മഷിയുണ്ട്, വെള്ളം ഉപയോഗിച്ചുകൂടാ, മഷിയൊക്കെ നൽകി, അങ്ങനെയാണെങ്കിൽ പറ്റില്ല. കാരണം വെള്ളത്തെ പകർച്ചയാക്കുന്ന സാധനമാണ് മഷി എന്നുള്ളത്. അപ്പോൾ അത് പറ്റില്ല. അതേപോലെ തന്നെ കൈ എന്തെങ്കിലും നെൽസിന് നിൽക്കാം, നെൽസുണ്ടെങ്കിൽ വുളൂർക്കുമ്പോൾ ഏതായാലും ആ നെസ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒറ്റ വുളൂർക്ക് അത് പറ്റില്ല. ആ നജസിനെ ആദ്യം നീക്കം ചെയ്തിട്ടായിരിക്കണം രണ്ടാമത് നമ്മൾ വുളൂ ചെയ്യുമ്പോൾ കഴുകേണ്ടത്. നജസിനെ നീക്കം ചെയ്തിട്ട് പിന്നെ വുളൂവിൻ്റെ സമയത്ത് കഴുകണം. മറ്റേത് കൈമൽ നജസോ അല്ലെങ്കിൽ വെള്ളത്തെ തഗയ്യുറാക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കെ നമ്മൾ വുളൂ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവുന്നതല്ല. കാരണം വുളൂർക്കിലോട് കൂടാ മഷിയാകാൻ നൽകും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ, സോപ്പ് എന്നുള്ളത് വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു കാര്യമാണ്. മുഖത്ത് സോപ്പൊക്കെ തേച്ചതിന് ശേഷം വുളൂർക്കുമ്പോൾ വുളൂ എന്ന നെയ്യത്തോട് കൂടെ വെള്ളം ഇങ്ങനെ മുഖത്താക്കിയാൽ പോരാ. കാരണം അത് സോപ്പ് വെള്ളത്തെ പകർച്ചയാക്കുന്നതാണ്. അപ്പോൾ സോപ്പ് തേച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഒഴിവാക്കിയതിന് ശേഷം, അത് ക്ലീൻ ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം പിന്നീട് രണ്ടാമത് വുളൂ ആയിട്ട് തന്നെ എടുക്കണം, നെയ്യത്തോടു കൂടെ എടുക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തത് അല്ലാ യകൂന അൽ വുളൂ ഹായിലുൻ, വെള്ളം ആ ഒരു അവയവത്തിലേക്ക് എത്തുന്നതിനെ തൊട്ട് തടയുന്ന ഒരു മറ ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, വുളൂ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നത്, വല്ല ചുയിങ്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോൾ വുളൂ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം എന്താവുന്നില്ല, ഈ അവയവത്തിലേക്ക് എത്തുന്നില്ല. കാരണം ആ ചുയിങ്കം അല്ലെങ്കിൽ ആ സ്റ്റിക്കർ അതിന് മുകളിലൂടെ തന്നെ വെള്ളം പോകുന്നത് എന്താവുന്നില്ല, ഉള്ളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കിയിട്ട് അന്ന് പറിച്ച് ഒഴിവാക്കിയിട്ട് എന്തായിരിക്കും വുളൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ കയ്യിൽ എണ്ണയൊക്കെ ഉണ്ട് നോക്കുക, അല്ലെങ്കിൽ മുഖത്തൊക്കെ എന്ത് ചെയ്യാം, എണ്ണ ഉണ്ട്, ആ എണ്ണന് മുകളിൽ കൂടെ ഉതിർത്താൽ പറ്റുമോ, കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം എണ്ണ ഉണ്ടെങ്കിലും അവയവത്തിന് മുകളിലൂടെ എന്താവുന്നുണ്ട്, നമ്മുടെ വെള്ളം ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ വെള്ളം അവിടെ നിൽക്കുന്നില്ല. എണ്ണയൊക്കെ തേച്ചാൽ ചിലപ്പോൾ അവിടെ നിൽക്കൂല, വെള്ളം അതിക്കൂടെ ഒലിച്ചു പോകുള്ളൂ. എന്നാലും കുഴപ്പമില്ല. കാരണം നമുക്ക് എന്ത് പറഞ്ഞിട്ടുള്ളൂ, വുളൂവിൻ്റെ അവയവങ്ങളിലൂടെ വെള്ളം ഒലിപ്പിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ തന്നെ പിടിച്ചിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം നാലാമത്തെ ഷർത്ത് നമ്മൾ പറഞ്ഞത്, വുളൂവിൻ്റെ അവയവങ്ങളിൽ വെള്ളം തട്ടുന്നതിന് തൊട്ട് തടയുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വുളൂവിൻ്റെ അവയവത്തിൽപ്പെട്ടാണ് കൈ, ആ കയ്യിൽപ്പെട്ട നഖം, ആ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ചളി ഉണ്ടെങ്കിൽ ആ വെള്ളം ഈ നഖത്തിൻ്റെ ഈ പുറം ഭാഗങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളിലേക്ക് ആവശ്യമില്ല, ഈ ഭാഗങ്ങളിലേക്ക് പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളിലേക്ക് വെള്ളം തട്ടൽ നിർബന്ധമാണ്. അതിന് തടയുന്ന വല്ല ചളിയൊക്കെ ഉണ്ടെങ്കിൽ, നല്ല കൂടുതൽ നല്ല ചളിയൊക്കെ ഉണ്ടെങ്കിൽ ആ ചളിയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ വെള്ളം തട്ടുകയുള്ളൂ. വെള്ളം തട്ടാത്ത രീതിയിൽ ചളിയുണ്ടെങ്കിൽ ആ വുളൂ ശരിയാവുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നാലാമത്തെ ഷർത്തും നമ്മൾ പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞത്, ദായിമുൽ ഹദസായ ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം സമയം പ്രവേശിക്കണം എന്നുള്ളതാണ്.
ദായിമുൽ ഹദത്ത് നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ എന്ത് ചെയ്യാം, സലിസുൽ ബൗൽ എന്ന് പറയും, മൂത്രവാർച്ചക്കാരൻ, എപ്പോഴും ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആൾ. അല്ലെങ്കിൽ എന്ത് ചെയ്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്തിഹാദത്ത് എന്ന് പറയും. എന്നാൽ അത് നമ്മൾ ഹൈദിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ പറയും. ഓക്കെ, എന്നാൽ ഹൈദിൻ്റെ സമയവും പരിധിയും കഴിഞ്ഞ് അവർക്ക് രക്തം വരുന്നുണ്ടെങ്കിൽ അത് ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കുകയും, അങ്ങനത്തെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ദായിമുൽ ഹദത്താണ്. എന്നാൽ ഇസ്തിഹാദത്ത് ഈ ഹൈദിൻ്റെ പരിധിയും കഴിഞ്ഞിട്ട് രക്തം വരുന്നുണ്ടെങ്കിൽ അവൾ നിസ്കരിക്കൽ നിർബന്ധമാണ്. ഹൈദിൻ്റെ കാലത്ത് മാത്രമേ അവൾക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇസ്തിഹാദത്തിൻ്റെ സമയത്ത് അവൾ നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ മൂത്രവാർച്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം സമയം പ്രവേശിക്കൽ നിർബന്ധമാണ്. ളുഹുറിന് നിസ്കരിക്കാൻ ഉളു ചെയ്യണമെങ്കിൽ ളുഹുറിൻ്റെ വാങ്ങ് കൊടുക്കണം, അല്ലെങ്കിൽ ളുഹുറിൻ്റെ സമയം ആവണം, എങ്കിലേ അവൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഉളു ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഉളു എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നിസ്കാരം നിസ്കരിക്കുക, അത് കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് രണ്ടാമത് വേണ്ടവും ഉളു എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരു ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം അയാൾ 2 വട്ടം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമഅക്ക് 2 വട്ടം അയാൾ ഉളു ചെയ്യേണ്ടി വരും. ഖുത്ബക്ക് വേണ്ടിയിട്ട് 1 വട്ടം ഉളു ചെയ്യണം. അങ്ങനെ ഖുത്ബ കഴിഞ്ഞ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് അയാൾ വീണ്ടും രണ്ടാമതും ഉളു ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ഖത്തീബല്ലാതെ ജുമഅക്ക് പങ്കെടുക്കുന്ന ബാക്കിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, ജുമഅ പങ്കെടുക്കുന്ന മഅ്മൂമിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലാരെങ്കിലും സലിസിൽ ബൗലുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് 2 ഉളുവിൻ്റെ ആവശ്യമില്ല, ഒരു ഉളു ചെയ്താൽ മതി. ജുമഅക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഉളു എടുക്കുക, ഖുത്ബ കേൾക്കുകയും പിന്നെ നിസ്കാരവും കഴിഞ്ഞിട്ട് പോന്നാൽ മതി. 2 ഉളു എടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഉളു മതി എന്നുള്ളതാണ്. അപ്പോൾ സലിസിൽ ബൗൾ ദായിമുൽ ഹദത്ത് നിത്യവും ഹദത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിസ്കാരവും എല്ലാ സമയവും ആകുമ്പോഴും, ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയമായാൽ, അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായാൽ, ഓരോ നിസ്കാരത്തിൻ്റെയും സമയമായി കഴിഞ്ഞാൽ അയാൾ അദ്ദേഹത്തിൻ്റെ ഗുഹ്യസ്ഥാനങ്ങളൊക്കെ ഒന്ന് കേകി വൃത്തിയാക്കി അവിടെ പഞ്ഞിയൊക്കെ വെച്ച് ഒന്ന് കെട്ടിയിട്ട് അയാൾ പെട്ടെന്ന് തന്നെ അയാൾ ഉളു ഉണ്ടാക്കുകയും ഉടനെ തന്നെ അയാൾ നിസ്കരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ആ നിസ്കാരം കയ്യിലോടുകൂടെ അവൻ്റെ ഹദത്ത് പോകുന്നു. അടുത്ത നിസ്കാരത്തിന് വീണ്ടും അയാൾ ഇതേപോലെ അയാൾ ഗുഹ്യസ്ഥാനം കഴുകുകയും അവിടെ വൃത്തിയാക്കുകയും പഞ്ഞിയൊക്കെ വെച്ച് കെട്ടുകയും രണ്ടാമത് അപ്പോൾ തന്നെ ഉളു ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ നിസ്കരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. മയ്യത്ത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദായിമുൽ ഹദത്തുള്ള ഒരാൾ മയ്യത്ത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷമേ ഇവന് ഉളു ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം ഇവൻ ഉളു എടുത്ത് എന്നാലേ മയ്യത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇവൻ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ നേരത്തെ തന്നെ ഉളു എടുത്ത് വെക്കാൻ പറ്റുകയില്ല. കാരണം മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുന്നത് മയ്യത്തിനെ കുളിപ്പിച്ചത് മുതലാകുന്നു. അപ്പോൾ മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷമേ ഇവൻ്റെ സമയം പ്രവേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവൻ അതിന് ശേഷമേ ഉളു ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി ഒരാൾ ദായിമുൽ ഹദത്തുള്ള ഒരാൾ നിത്യശുദ്ധിയായ ഒരാൾ ഉളു എടുത്ത് കുറഞ്ഞ നേരം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ നേരം വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ജമാഅത്ത് തുടങ്ങും, 5 മിനിറ്റോടും ജമാഅത്ത് തുടങ്ങും, ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തു, ഏതായാലും ജമാഅത്ത് തുടങ്ങല്ലേ. അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്തോ മസ്ലഹത്തിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. അല്ലാത്ത കാലത്തോളം അവൻ പെട്ടെന്ന് തന്നെ ഉളു ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ നിസ്കരിക്കണം എന്നുള്ളതാണ്. കാരണം സത്യം പറയുകയാണെങ്കിൽ ഈ ദായിമുൽ ഹദത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹദത്ത് ഉയരുന്നില്ല. കാരണം അവന് എപ്പോഴും മൂത്രം വരുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൻ തൽക്കാലം ഇസ്ലാം അഫു കൊടുത്തതാകുന്നു. തൽക്കാലം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉളു ഉണ്ടാക്കി പെട്ടെന്ന് നിസ്കരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇസ്ലാം കൊടുത്തതു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഉളുവിൻ്റെ ഷർത്തുകൾ എന്താണ്, നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് പറഞ്ഞത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്ന് ഉളു നമ്മൾ പറഞ്ഞു ആദ്യം. ആ ഉളുവിൻ്റെയും കുളിയുടെയും ഷർത്തുകളാണ് പറഞ്ഞത്. 5 ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഉളുവിൻ്റെ ഫർദുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് പറയാം.